Good morning. Morning, teacher. Morning, Good teacher. morning. Morning. Good morning. എല്ലാരും വായിച്ചോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച കണ്ടില്ല, കറണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ലേബർ റൂം എന്ന് പറയുന്ന ആ ചാപ്റ്റർ വായിച്ചോ? എടുത്തത് വരെ വായിച്ചിട്ടുണ്ടോ? വായിച്ചല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ. നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയേ? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് അല്ലേ? മോഷേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതൊക്കെ പറഞ്ഞതാ. സ്റ്റാൻഡേർഡ് പറഞ്ഞല്ലേ? ഇൻ ലേബർ റൂം വരെ പറഞ്ഞു. സ്റ്റാൻഡേർഡ് അത് വരെ പറഞ്ഞു അല്ലെ? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആണല്ലോ പറയാനുള്ളതിന്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്ന്. ഇതിനകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാട്ടോ എവിടെയാണെന്നത്. ഈ ഒരു സ്ലൈഡില് ഓക്കെ. അപ്പൊ ക്ലീനിങ് അല്ലെ, നമ്മുടെ ഒരു ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നശീകരണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ലേബർ റൂമിൽ എങ്ങനെയാണ് ക്ലീനിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത്. സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ്, അതായത് ലേബർ റൂമിന് പ്രത്യേകിച്ച് എന്തുണ്ട്, ജനറൽ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് ക്ലീൻ ചെയ്യുന്നതിന് അല്ലെ. കാരണം എന്താ, കൂടുതലായിട്ടും ഈ ഒരു ഡെലിവറി കഴിഞ്ഞ ലേഡീസും അതുപോലെ ന്യൂ ബോൺ ബേബീസുമാണ് ആ ഒരു റൂമിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ എന്ന് പറയുന്നത്, അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരിയ്ക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ്, ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ റൂൾസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, എനി എക്യുപ്മെന്റ് ബ്രോട്ട് ഇൻ ടു ദ ലേബർ റൂം ഫ്രം ഔട്ട്സൈഡ് മസ്റ്റ് ബി വിപ്പഡ് ആൻഡ് ക്ലീൻഡ്. അതായത് നമുക്കറിയാം, ലേബർ റൂം എന്ന് പറഞ്ഞാൽ ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ സിസേറിയന്റെ ആവശ്യമായിട്ട് നമുക്ക് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഡെലിവറിയുടെ തന്നെ ആവശ്യമായിട്ട് എന്താണ്, ധാരാളം എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ എക്യുപ്മെന്റ്സ് ലേബർ റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ലേബർ റൂമിലേക്ക് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ എന്താണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പുതിയതാണല്ലോ എന്നോർത്ത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. സെക്കൻഡ് വൺ, ഹാവ് എ ആഡ്വക്കേറ്റ് ക്ലീനിങ് സീക്വൻസ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് എന്താണ്, മതിയായിട്ടുള്ള ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം. അതായത് ഓരോ ഇപ്പൊ നമുക്കറിയാലോ, ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ്, ഓരോ ടൈമിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അവര് ക്ലീൻ ചെയ്യാനായിട്ട് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യാൻ വരുന്നത് രാവിലെ, വൈകുന്നേരം, ഉച്ചയ്ക്ക്, അങ്ങനെയുള്ള എന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടേ, ലേബർ റൂമിലും ഈ ഒരു ശരിയായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി തേർഡ് വൺ, ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. അതായത് ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് കേടായാൽ, അതിന് ഡാമേജ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഒന്നില്ലെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, മാറ്റണം. ഓക്കെ. ഫോർത്ത് പോയിന്റ്, ഐറ്റം സസ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫൈൻ ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി. അവിടെയാണ് കേട്ടോ സ്പെല്ലിംഗ് എറർ ഉള്ളത് കേട്ടോ. അത് കറക്റ്റ് അല്ല. ആ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് ഇപ്പോ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ എന്താണ് ന്യൂ ബോൺ ബേബിയുടെയൊക്കെ എന്താണ് ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും ബ്ലഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ, അല്ലെങ്കിൽ
പുതുതായി ന്യൂ ബോൺ ബേബി ആണെങ്കിൽ എന്താണ് അവരുടെ ബോഡിയിൽ നിറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് എത്രയും പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം, ക്ലീൻ ചെയ്ത് നമ്മൾ കളഞ്ഞിരിക്കണം. അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ എന്താണ് ഡെലിവറി കഴിഞ്ഞതാകാം അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ എന്താണ് അവർക്കൊക്കെ എന്താണ് അപ്പപ്പ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. അതായത് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. ഓക്കെ, അതായത് ആ ഒരു ലേബർ റൂം ഫ്ലോർ ഒക്കെ എന്താണ് വൃത്തിയാക്കുന്ന രീതിയാണ്. 2-3 ബക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ പെട്ടെന്ന് എന്താണ് ക്ലീൻ ചെയ്ത് പോകും. അതാണ് മോപ്പിംഗ് ടെക്നിക്സ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, examine areas for seepage or any other issue and report instantly. ഇനി ലേബർ റൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോർച്ച, ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ചോർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, ഓക്കെ, സീപ്പേജ് എന്ന് പറയുന്നത് ചോർച്ചയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ കാണുകയാണെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. പിന്നെ എന്താണ്, ഇതും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഹോസ്പിറ്റലുകളിൽ ധാരാളം ഡെലിവറീസ് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ ഡെലിവറി നടക്കുമ്പോൾ ഒരു ലേഡിയുടെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ആ ടേബിൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത ലേഡിയെ എന്ത് ചെയ്യാൻ അവിടെ കിടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓരോരുത്തരുടെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് ആ ഒരു ഇത് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഒരാളുടെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. അതായത് ഈ ഒരു ലേബർ റൂമിൽ എന്ത് ചെയ്യണം, നമ്മള് അണുനശീകരണം, അതായത് അണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലേബർ റൂമിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അണുനശീകരണം നടത്തിയിരിക്കണം. ഓക്കെ, ഡിസിൻഫെക്ഷൻ നടത്തിയിരിക്കണം. അതുപോലെ സ്റ്റെറിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ലേബർ റൂമിൽ നമ്മൾ നടത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ ടീച്ചർ? ഐറ്റംസ് സ്റ്റെയിൻഡ് എന്നുള്ള പോയിന്റ് അതൊന്നുകൂടെ പറയൂ ടീച്ചർ. അത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഐറ്റം സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്നാണ് കേട്ടോ, ഫൈൻസ് എന്നല്ല കേട്ടോ. അവിടെ എറർ വന്നതാണ്. ഫ്ലൂയിഡ്സ് ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇൻസ്റ്റന്റ്ലി എന്നൊന്നും അല്ല കേട്ടോ വരുന്നത്, ഇമ്മീഡിയറ്റ്ലി ആണ്. Okay. Any next one. The labor room and the connecting passage should be cleaned at least twice a day. Soiled areas and cleaning of spillage should be done at the earliest time possible. A detailed wash down of the labor room must be done at least twice a month. അതായത് ലേബർ റൂം എന്ന് പറയുന്ന ആ ഒരു ലേബർ റൂമും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പാസേജ്, ആ ഒരു ഏരിയയിൽ നമ്മൾ എപ്പോഴാണ് ഒരു ദിവസം നമ്മൾ 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ലേബർ റൂം അതുമായി ബന്ധപ്പെട്ട ഏരിയ നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ, സോയിൽഡ് ആയിട്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതുപോലെ സ്പില്ലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മള് കൃത്യമായിട്ട് അല്ലെങ്കിൽ രാവിലെ തന്നെ ഏറ്റവും ഏർലി മോർണിംഗ് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയിരിക്കണം. നമുക്കറിയാം ലേബർ റൂമിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്റ്റാഫുകൾ ഏറ്റവും രാവിലെ, അതായത് അതിരാവിലെ വന്നിട്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഏർലി മോർണിംഗ് ആണ് ലേബർ റൂമിൽ ശരിക്കും പറഞ്ഞ ആക്ടിവിറ്റി തുടങ്ങുന്നത്. അപ്പോ ഏർലി മോർണിംഗ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ് നീക്കിയിരിക്കണം. അതുപോലെ തന്നെ ലേബർ റൂം എന്ന് പറയുന്ന ആ ഒരു ഏരിയയെ നമ്മള് മാസത്തില് 2 പ്രാവശ്യം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അതായത് ഫുൾ ആയിട്ട് ആ ലേബർ റൂം നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് മാസത്തില് 2 പ്രാവശ്യം ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലേബർ റൂമിലെ ക്ലീനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. എങ്ങനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ലേബർ റൂമിൽ നടക്കുന്നത് നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Poor infection control practices in labor and delivery rooms lays patients, infants as well as the healthcare staff at risk. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എന്താ അണുബാധ നിയന്ത്രണത്തിനുള്ള ആ ഒരു വിഭാഗം എന്തുണ്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലേബർ റൂമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിനാണെങ്കിലും ന്യൂ ബോൺ ബേബീസിനാണെങ്കിലും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അവരുടെ മേൽനോട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മാനേജ്മെന്റ് അവിടെ ഇല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്കും അതായത് ഇൻഫാൻസിനും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ലേഡീസിനും എന്ത് ചെയ്യും, പെട്ടെന്ന് രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും ലേബർ റൂമില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അണുബാധ ഉണ്ടാവാൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഓരോ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് ബി വിയർ യൂട്ടിലിറ്റി ഗ്ലോവ്സ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അതായത് ലേബർ റൂമിലുള്ള വേസ്റ്റുകള് ലേബർ റൂമിലെ സ്റ്റാഫുകള് എന്ത് ചെയ്യണം, അത് നീക്കം ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള, അതായത് നമ്മൾ കയ്യുറകൾ ധരിച്ചിരിക്കണം, ഗ്ലൗസും അതുപോലെ തന്നെ എന്താണ് ഷൂസ്, അതായത് നല്ല രീതിയിലുള്ള നല്ല ഇപ്പൊ ഒന്നും കണ്ടിട്ടുണ്ടാവല്ലോ ബൂട്ട് പോലുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് വേണം നമ്മൾ അവിടുത്തെ മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി വേസ്റ്റ് ടു ബി ഗാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. അതുപോലെ തന്നെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ എന്ത് ചെയ്യണം, മാലിന്യങ്ങൾ വേസ്റ്റുകൾ നമ്മൾ ശേഖരിച്ചു വെക്കണം. എവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, പോകാനൊന്നും പാടില്ല. അതായത് നല്ല ഉറപ്പോട് കൂടിയുള്ള ഒരു എന്താ പറയാ വേസ്റ്റ് ബക്കറ്റിലായിരിക്കണം നമ്മൾ മാലിന്യങ്ങൾ വേസ്റ്റുകളും സംഭവങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3/4 ഫുൾ. അതുപോലെ തന്നെ എന്താ പറയുന്നേ, അതായത് വേസ്റ്റ് നമ്മൾ എന്താണ് ഇപ്പൊ ആ ഒരു വേസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ബക്കറ്റിന്റെ 3/4 ഇഞ്ച് ആ ഒരു വലിപ്പത്തിലാകുമ്പോഴെന്താണ് നമ്മള് വേസ്റ്റ് അവിടെ നിന്നെടുത്ത് മാറ്റണം. ഇങ്ങനെ കുന്നുകൂട്ടി ഇടാനായിട്ട് പാടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ചില ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല്, മിക്കവാറും ഹോസ്പിറ്റലൊന്നും അങ്ങനെ ഇല്ല ഇപ്പോ. കാരണം സമയത്ത് എന്ത് ചെയ്യും, അവര് വന്നത് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് അവര് വേറെ സ്ഥലത്ത് ഇത് ഡെപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് കുന്നുകൂട്ടി ഇങ്ങനെ ഇടില്ല വേസ്റ്റുകൾ കേട്ടോ. ഒരു 3/4 ആ ഒരു റേഞ്ചിൽ വേസ്റ്റ് നിൽക്കുമ്പോൾ നമ്മൾ വന്ന് എന്തായാലും അവിടെ നിന്ന് ആ വേസ്റ്റുകളും കാര്യങ്ങളും മാറ്റിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. അതായത് വേസ്റ്റിനെ നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടും, അതായത് അണുബാധ ഉള്ള വേസ്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് അണുബാധ തീരെ, അതായത് ഇപ്പൊ ഭക്ഷണ സാധനങ്ങളും മറ്റൊക്കെ എന്താണ് അധികം പ്രശ്നം വരില്ല അല്ലെ. മറിച്ച് ബ്ലഡും സാധനങ്ങളൊക്കെ കോട്ട് ചെയ്തിരിക്കുന്ന ബ്ലഡൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേസ്റ്റുകളാണെങ്കിൽ എന്താണ് ആദ്യം എന്നൊക്കെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് വേറെ നമ്മൾ നീക്കം ചെയ്യണം. അതുപോലെ ഫുഡ് ഐറ്റംസിന്റെ ആ ഒരു വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, വേർതിരിക്കണം. നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ എന്താണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വേറെ മാറ്റും, അതുപോലെ ഫുഡ് ഐറ്റംസ് നമ്മൾ വേറെ അവര് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അതായത് ഈ ഭക്ഷണ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് നമ്മൾ ഇന്ന ബക്കറ്റിലേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ഇന്ന ബക്കറ്റിൽ ഇടാൻ പാടുള്ളൂ അവര് നമ്മളെ അവെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യണം, വേസ്റ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസിൻഫെക്ട് വിത്ത് ബ്ലീച്ചിങ് മിക്സ്ചർ ഫോളോഡ് ബൈ വാഷിംഗ് ആൻഡ് ഓട്ടോക്ലേവ്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് മിക്സ്ചർ നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ബ്ലീച്ചിങ് മിക്സ്ചർ എന്തായാലും അണുനശീകരണത്തിന് വേണ്ടിയിട്ടാണ് ബ്ലീച്ചിങ് മിശ്രിതം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം.
Okay, next one. Biomedical waste management standard procedures must be followed. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ലേബർ റൂമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. വേസ്റ്റേജ് മാറ്റാനുള്ള കാര്യങ്ങളും മറ്റും ചെയ്യേണ്ടത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ആയിരിക്കണം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് മനസ്സിലായോ? മനസ്സിലായല്ലേ? ഓക്കെ. ടീച്ചർ ആ ടീച്ചർ ഡിസിൻഫെക്ട് വിത്ത് ബ്ലീച്ചിങ് മിക്സ്ചർ അതൊന്ന് പറഞ്ഞു. ഡിസിൻഫെക്ട് വിത്ത് ബ്ലീച്ചിങ് മിക്സ്ചർ നമ്മൾ ക്ലീൻ ചെയ്യില്ലേ ലേബർ റൂമും അതുപോലെ ഫ്ലോറുകളും കാര്യങ്ങളും ക്ലീൻ ചെയ്യില്ലേ, അതിനകത്ത് നമ്മൾ ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. നമ്മുടെ കിണറ്റിലേക്ക് കൊണ്ടുപോയിടില്ലേ ബ്ലീച്ചിങ് മിശ്രിതം, എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? അതായത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, നശീകരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൂടുതൽ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ കൊണ്ടുപോയി ബ്ലീച്ചിങ് പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്ലോർ ഒക്കെ തുടക്കുമ്പോഴും അല്ലെങ്കിൽ എന്താണ് ലേബർ റൂം ഒക്കെ വൃത്തിയാക്കുമ്പോഴും ആ ഒരു മിക്സ്ചർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ക്ലീനിങ് ചെയ്യാനായിട്ടാ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ന്യൂ ബോൺ കെയർ ആണ് കേട്ടോ. ന്യൂ ബോൺ കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അതായത് ജനിച്ച് ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ കെയർ അല്ലെ, അത് നോക്കുന്നത് എവിടെയാ? ലേബർ റൂമിലാണ് അല്ലെ. നവജാത ശിശുക്കൾ ന്യൂ ബോൺ ബേബീസിനെ കെയർ ചെയ്യുന്നത് ലേബർ റൂമിലാണ്. ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചു നേരത്തേക്ക് അല്ലെ, അതായത് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലാണ് കുഞ്ഞിനെ നമ്മള് പീഡിയാട്രിക്സിലേക്ക് മാറ്റുന്നത്. പക്ഷെ എന്താണ്, സാധാരണ നോർമൽ ആയിട്ടുള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ ലേബർ റൂമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് കൊടുക്കുന്നത്, കുഞ്ഞിന്റെ കെയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നെസസറി കെയർ അറ്റ് ബർത്ത് ഓഫ് എ ന്യൂ ബോൺ ഈസ് കമ്പൽസറി ഫോർ ഓൾ ലേബർ റൂം ആൻഡ് ഒബ്സ്റ്ററിക് ഓട്ടീസ് ഓഫ് ദ ഡെലിവറി പോയിന്റ്. വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ്, സ്റ്റാഫ് നഴ്സസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. ദ സർവീസ് ഗിവൺ അറ്റ് ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസ് കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, അപ്പോ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ, അതായത് ന്യൂ ബോൺ ബേബീസിന്റെ കെയർ കൊടുക്കുന്നത് ലേബർ റൂം സർവീസിൽ പെട്ട ഒന്നാണ്. ഓക്കെ, അത് അവിടെ വന്ന പീഡിയാട്രീഷ്യൻസ്, അതായത് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ പീഡിയാട്രീഷ്യൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സസ് ഉണ്ടാകും, പിന്നെ സപ്പോർട്ട് സ്റ്റാഫ് എന്തുണ്ടാവും, എവിടെ ഉണ്ടാകും? ഈ ഒരു ലേബർ റൂമിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ കേട്ടോ. അതായത് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ എന്ത് ചെയ്യും, പീഡിയാട്രീഷ്യൻ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അത് ഇവിടെ അലൗഡ് ആണ്. അതെന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ന്യൂ ബോൺ ബേബീസ്, അതായത് അവരുടെ ജനന സമയത്ത് എന്താണ് പീഡിയാട്രീഷ്യൻ വന്ന്, ഇപ്പോ റൗണ്ട്സിനായാലും ഇപ്പോ ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കിടക്കുന്ന പ്രഗ്നന്റ് ആഫ്റ്റർ ഡെലിവറി ലേഡീസിന്റെ കൂടെ ന്യൂ ബോൺ ബേബീസ് കിടക്കുമ്പോൾ ഈ പീഡിയാട്രീഷ്യൻ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും നോക്കിയിട്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ എഴുതിയിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നോക്കാം നമുക്ക്. കെയർ അറ്റ് ബർത്ത്, ജനന സമയത്ത് കുഞ്ഞിന് കെയർ കൊടുക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഡെലിവറി സമയത്ത് ഇത്രയും മാത്രം കെയർ കൊടുത്തിട്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലെ. നല്ല രീതിയിൽ എന്താണ് കൂടുതൽ കെയർ കൊടുക്കുന്നു. കുഞ്ഞിനെ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുന്നു. പൊക്കിൾ കൊടി അല്ലെ, ആ ഒരു സംഭവം കട്ട് ചെയ്യുന്നു. പിന്നെ കുഞ്ഞിനെ ക്ലീൻ ചെയ്തിട്ട് എന്താണ് ആ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലെ. അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെയർ കൊടുത്തിട്ടാണ് കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തത് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ഓക്കെ, അതായത് സിക്ക് ആയിട്ടുള്ള, അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞപ്പുള്ള കുട്ടികൾ അല്ലെ, മഞ്ഞ കളർ ഉണ്ടാവും ചിലപ്പോൾ ദേഹത്തൊക്കെ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കെയറും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഈ ലേബർ റൂം സർവീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി റെസിസിറ്റേഷൻ എന്ന് പറയുന്നത് പുനരുജ്ജീവനാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ ശ്വസിക്കാൻ എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ആയിക്കോട്ടെ, അങ്ങനെ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതും ഈ ലേബർ റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ.
ഓക്കെ, ഇനി ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, അതായത് കുഞ്ഞിന്റെ എല്ലാ മൂവ്മെന്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു കേട്ടോ. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും, ഹാർട്ട് ബീറ്റ് നോക്കുന്നു, അല്ലെങ്കിൽ എന്താണ് കുഞ്ഞ് കരയുന്നുണ്ടോ, കുഞ്ഞ് ചിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോക്കുന്നത്, വൈറ്റൽ സയൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഓക്കെ, അതായത് ജനിച്ച ഉടനെ കുഞ്ഞിന് BCG കൊടുക്കും അല്ലെ, പിന്നെ ചില വാക്സിൻസും കുഞ്ഞിന് കൊടുക്കാറുണ്ട് ജനിച്ച ഉടനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേബർ റൂമിന്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ. അവര് പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. പിന്നെ ജനിച്ച ഉടനെ തന്നെയുള്ള ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ ഇറഗുലാരിറ്റി, അതായത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരാം. ഞാൻ പറഞ്ഞു മഞ്ഞപ്പുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു നമ്മളൊരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അല്ലെ, ആ ഒരു ഇതിലേക്ക് മാറ്റുക അല്ലെ കുഞ്ഞുങ്ങളുടെ. അപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടാവില്ല, ചില അധികം അങ്ങനെയല്ല, ജനിച്ച ഉടനെ തന്നെ ചിലപ്പോൾ കരയും, അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം അനക്കമോ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാനായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവില്ല അവര്. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണ് ചില കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, പാല് കുടിക്കാനായിട്ട് ഇതുണ്ടാവില്ല, അവർക്ക് അധികം എന്താ പറയാ, പാല് കുടിക്കുന്നുണ്ടാവില്ല ജനിച്ച ഉടനെ തന്നെ. അപ്പൊ അതൊരു എന്താണ് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരും അമ്മമാർക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. കാരണം കുഞ്ഞു പാല് കുടിക്കുന്നേ ഇല്ല. കാരണം നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ എന്താണ് നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയാണെങ്കിൽ തട്ടി ഉണർത്തിയിട്ട് വേണം നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എന്താണ് അതിന് വിസമ്മതം കൊടുക്കും അല്ലെ, അതായത് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോ പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ് ഡോക്ടറോട് നമ്മൾ പറയാ. അപ്പൊ ഡോക്ടറും അതുപോലെ തന്നെ സപ്പോർട്ടിങ് സ്റ്റാഫുകളുണ്ട്. അപ്പോ അവരെന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും പൗഡർ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും പാലില്ലാത്തത് കൊണ്ടാണെങ്കിൽ. അല്ലെങ്കിൽ ഓരോ പൊസിഷൻസും കാര്യങ്ങളും ഉണ്ട് പാല് കുടിക്കുന്ന രീതി അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കും ആര്, നേഴ്സസും അതുപോലെ തന്നെ സപ്പോർട്ടിങ് സ്റ്റാഫുകളൊക്കെ വന്നിട്ട്. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു സപ്പോർട്ടിങ് ഇത് കൊടുക്കുന്നത് ആരാണ്, ലേബർ റൂം സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ലുക്കിംഗ് ടു ഓഫ് ഹൈ റിസ്ക് ന്യൂ ബോൺ. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ന്യൂ ബോൺസ് ബേബി ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6th month 7th month ഒക്കെ പിറക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരൊക്കെ എന്താണ് ഹൈ റിസ്കിൽ പെടുന്നതാണ്. ചിലപ്പോ എന്താണ് കുഞ്ഞുങ്ങളെ നമുക്ക് ചിലപ്പോ ചില കേസിൽ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള ഡെലിവറിയിലൊക്കെ. ചില കേസിൽ എന്താണ് നമ്മള് ഒരുവിധം ഇതൊക്കെ കൊടുത്ത് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറെ നാള് നമ്മള് വെയിറ്റ് ചെയ്ത് കുഞ്ഞ് സാധാരണ രീതിയിലാവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ. അപ്പൊ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്രത്യേകം കെയർ കൊടുക്കുന്നു. റെഫറൻസ് സർവീസ് എക്സെട്ര, അതുപോലെ തന്നെ റെഫറൻസും കാര്യങ്ങളും കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു സീരിയസ് കേസ് ആയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിലെ ലേബർ റൂം സർവീസിൽ കുഞ്ഞിനെ എന്താ പറയാ, അതിനും വലിയൊരു സർവീസ് കുഞ്ഞിന് വേണം. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരു സ്ഥലത്തൊക്കെ എത്തിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ന്യൂ ബോൺ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അതായത് ന്യൂ ബോൺ ബേബിയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. നമ്മള് ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞിനെ, അതായത് ന്യൂ ബോൺ ബേബിയെ നമ്മൾ കയ്യിലെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹാൻഡ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടോ എന്ത് ചെയ്യുക, നമ്മള് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, കുഞ്ഞിനെ എടുക്കാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ എന്താണ് കുഞ്ഞിന് പകരാനുള്ള, സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് വൺ, റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. അതായത് അമ്മയും കുഞ്ഞ്, അതായത് കുഞ്ഞിനെ നമ്മൾ മുറിയിലിട്ട്, അതായത് അമ്മയും കുഞ്ഞുമായിട്ട് വേണം എന്ത് ചെയ്യാൻ, കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അതായത് എപ്പോഴും എന്ത് ചെയ്യണം, അമ്മയുടെ തണലിലായിരിക്കണം കുഞ്ഞുണ്ടാവുക. അമ്മയോട് നമുക്കറിയാലോ, ന്യൂ ബോൺ ബേബീസിനൊക്കെ എന്താണ് അമ്മയുടെ ആ ഒരു ചൂട് കിട്ടണം അല്ലെ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കണം കുഞ്ഞിനെ നമ്മൾ
കിടത്തേണ്ടത്. ഓക്കെ, ഇനി ചില കേസുകളിൽ എന്താണ്, ഇപ്പൊ മഞ്ഞപ്പും മറ്റും ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അവരെയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വേറൊരു ഇതിലാണല്ലോ കിടത്തുക. അപ്പോ അമ്മ ചെന്നിട്ട് ആ ഒരു റൂമിൽ ചെന്നിട്ടാണ് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ, പാലൊക്കെ കൊടുക്കുന്നത് ആ ഒരു റൂമിൽ ചെന്നിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അമ്മയെയും കുഞ്ഞിനെയും നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ആക്കാതിരിക്കുക. എപ്പോഴും കുഞ്ഞിന്റെ കൂടെ തന്നെ വേണം എന്ത്, അമ്മ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. കീപ്പിംഗ് ദ ബേബി വാം, അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കണം എന്തുണ്ടാവണ്ടേ, കുഞ്ഞിനെ നമ്മൾ കിടത്തേണ്ടത് കേട്ടോ. ഓക്കെ, നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കണം. ഇനി എക്സ്ട്രാ കെയർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എക്സ്ട്രാ എന്നാണ് അവിടെ വായിക്കുക കേട്ടോ. എക്സ്ട്രാ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീ ടൈം ആൻഡ് LBW ബേബി. അതായത് ഇവിടെ പറയുന്നത് നമ്മള് LBW എന്ന് പറയുന്നത് ലോ ബർത്ത് വെയിറ്റ് ആണ് കേട്ടോ. അതായത് തീരെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, ഇപ്പൊ എന്താണ് പ്രിമേച്വർ, അതായത് വളരെ നേരത്തെ ബർത്ത് സംഭവിക്കുന്നത്, ഇപ്പോ 6th അല്ലെങ്കിൽ 7th മന്ത് പ്രീ ടേം ആയിട്ട് ആ ഒരു 6-7 മാസത്തിലൊക്കെ ഡെലിവറി സംഭവിക്കുന്ന അങ്ങനെയുള്ള ലേഡീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് LBW വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക. ഏകദേശം ഒരു എന്താ പറയാ 6-7 മാസമൊക്കെ ആണെങ്കിൽ ഒരു 2500 ഗ്രാം വരെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് 2.5 kg to 3 kg വരെ ആകാം നോർമൽ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ എന്ന് പറയുന്നത് വെറും 2500 ഗ്രാം ആണ് അവരുടെ തൂക്കം, വെയിറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം കെയർ കൊടുത്തിട്ട് പ്രത്യേകം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യണം, അവരെ കിടത്തിയിട്ടാണ് അല്ലെ ആ ഒരു നമ്മൾ എന്ത് ചെയ്യുന്നേ, അവരുടെ ആ ഗ്രോത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കണം കേട്ടോ. അതായത് 6-7 മാസത്തിൽ പ്രിമേച്വർ ബർത്ത് സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. ഓക്കെ, കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. ഇവിടെ കോഡ് എന്ന് പറയുന്നത് പൊക്കിൾ കൊടിയാണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യും, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് പൊക്കിൾ കൊടി ബന്ധമാണ് അല്ലെ. അതായത് അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുഞ്ഞിന് ഭക്ഷണം എത്തുന്നത് ഈ പൊക്കിൾ കൊടിയിലൂടെയാണ്. അപ്പോ ജനിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും, അത് ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ പൊക്കിൾ കൊടി എന്ത് ചെയ്യും, നമ്മള് കട്ട് ചെയ്യും അല്ലെ. കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ ആ ഒരു ഭാഗത്ത് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഭാഗത്ത് നമ്മള് പ്രത്യേകം എന്ത് ചെയ്യും, അവര് മരുന്നൊക്കെ വെച്ചിട്ടുണ്ടാകും. ആ ഒരു ഭാഗം നമ്മള് വെള്ളം വീഴാനോ അല്ലെങ്കിൽ എന്താണ് ഇത്ര ദിവസത്തേക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും പാടില്ല. അപ്പൊ പ്രത്യേകം അത് ആ ഒരു ഏരിയ നമ്മള് കീപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, the care provider should receive the newborn at given intervals after delivery. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം ന്യൂബോൺ ബേബീസിനെ ആ മുഖ്യ ഡോക്ടർ, ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ നോക്കുന്നേ, ഏതാണോ അതായത് ഏത് ഡോക്ടറുടെ സേവനമാണോ ആ ലേഡിക്ക് കിട്ടുന്നത്, അവര് എന്താണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്ത് ചെയ്യണം, അമ്മയെയും കുഞ്ഞിനെയും നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. കൃത്യമായ ഇടവേളകളിൽ വന്ന് കൺസൾട്ടേഷൻ നടത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ന്യൂബോൺ ബേബീസിന്റെ കെയറുമായിട്ട് പറയാനുള്ളത് കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഇനി നമ്മൾക്ക് ലേബർ റൂമിൽ എൻട്രി ചെയ്യാനുള്ള പ്രോട്ടോകോൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, first one, entry to the labor room should be indirect. Typically a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അതായത് നമ്മള് ലേബർ റൂം എന്ന് പറയുന്ന ഒരു ബഫർ സോൺ ആണ്. അതായത് അധികം ആളുകൾക്ക് എന്തില്ല, അവിടെ എൻട്രൻസ് ഇല്ല. ഓക്കെ, അതായത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസ്, അതുപോലെ തന്നെ ലേഡിയുടെ ഹസ്ബൻഡ്, പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള നഴ്സുമാര്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ഇത്രയും പേർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, ഈ ഒരു ലേബർ റൂമില് പ്രവേശനമുള്ളൂ, എൻട്രൻസ് ഉള്ളൂ അല്ലെ. അപ്പോ നമ്മള് അവിടെ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ചും അതായത് നമ്മള് മാസ്ക് ധരിച്ചിരിക്കണം, അതുപോലെ ക്യാപ്പ് ധരിച്ചിരിക്കണം. ഓക്കെ, ലേബർ റൂമിൽ കയറുമ്പോൾ ക്യാപ്പ്, മാസ്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ധരിച്ചിട്ട് വേണം അങ്ങോട്ട് എൻട്രി ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ,
Second one, entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty, and other support staff. Cleaning staff should be allowed periodic entry. Okay. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ലേബർ റൂമിൽ കിടക്കുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ആകാം, പിന്നെ എന്താണ് അവരുടെ ഹസ്ബൻഡ്, പിന്നെ ഡോക്ടർ, അവരെ നോക്കുന്ന ഡോക്ടർക്ക്, അതുപോലെ തന്നെ നഴ്സ്, സഹായത്തിനുള്ള നഴ്സുമാര്, പിന്നെ ANM കേട്ടോ. ഓക്കെ, ANM എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അതായത് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്. ഡെലിവറി സമയത്തൊക്കെ നഴ്സുമാരെ സഹായിക്കുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്. ഇവർക്കൊക്കെ മാത്രമേ എന്താണ് ലേബർ റൂമില് പ്രവേശനം ഉള്ളൂ. ഓക്കെ, അതാണ്. ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫുകളാണെങ്കിലും അവരൊക്കെ ഇടവേളകളാണ് വരുന്നത്, എപ്പോഴും വരില്ല. ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫുകൾ അതാത് സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അങ്ങോട്ട് വരുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം slippers, cap and mask should be worn all visitors including the companion. അതുപോലെ തന്നെ നമ്മള് ഈ റൂമിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപ്പും മാസ്കും ഒക്കെ ധരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മള് ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ. ഓക്കെ, any visit of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the tasks such as cleaning etc. അതുപോലെ തന്നെ എന്താണ്, വിസിറ്റേഴ്സ് വന്നാലോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ആളുകള്, ആ എൻ്റർ ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും, ഷോർട്ട് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് മാത്രമേ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറെ നേരം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to dignity and privacy of the woman. ഇനി എന്താ പറയുന്നേ, അതായത് ഇപ്പൊ ലേബർ റൂമിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മെയിൽ സ്റ്റാഫ് വരുവാണെന്ന് വിചാരിക്കാം. ഇപ്പോ അവിടുത്തെ മെഷീനറിയോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ഫിറ്റിങ്ങിനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിലപ്പോ നഴ്സുമാർ, മെയിൽ നഴ്സ് ഉണ്ടാവുക അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ, അങ്ങനെയുള്ള മെയിൽ സ്റ്റാഫുകൾ വരും ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, അവരവിടെ ഫങ്ഷൻ ചെയ്യാനായിട്ടോ, വർക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അത് പ്രത്യേകം എടുത്ത് പറയുന്നത്, മെയിൽ സ്റ്റാഫ് ആണെങ്കിൽ ഈ ഒരു ലേഡിയുടെ പ്രൈവസിയെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിൽ വേണം അവരുടെ ജോലി അവര് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇനി എന്തൊക്കെയാണ് ഒരു ലേബർ റൂമിൽ വർക്ക് ചെയ്യാൻ വേണ്ട പ്രോട്ടോകോൾസ് എന്ന് നോക്കാം. All the staff must wear personal protectives all the time of performing delivery and all other times caps and a mask must be worn. അത് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഡെലിവറി സമയത്തായാലും അല്ലാത്ത സമയത്ത് നമ്മൾ റൂമിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ക്യാപ്സും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് യൂസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ മൂസിലും സീരിയലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ലേബർ റൂമിൽ എങ്ങനെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ് ആവശ്യം, അവിടെ ഒരു ഡ്രസ്സ് ഉണ്ടാവും, ഒരു ഗ്രീൻ ഡ്രസ്സ് ഉണ്ടാവും അല്ലെ, അതിട്ടിട്ട് ക്യാപ്പ് ഉണ്ടാകും, മാസ്ക് ഉണ്ടാകും, കയ്യൊറ ഉണ്ടാവും അല്ലെ, ഗ്ലൗ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റൂമിലേക്ക് പ്രവേശിക്കുന്നത്. Disposable sterile gloves should be used after accurate hand washing while examining or the delivery. Protocol for infection prevention, adherence, sorting out and disposable in bins should strictly be adhered, and protocol poster should be wall mounted in the area where color coded bins are located. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സർജറി, ഓപ്പറേഷൻ സിസേറിയൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മള് ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൗവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ, നമ്മള് റിമൂവ് ചെയ്ത് കളയാം, മാറ്റിക്കളയാം. അടുത്തൊരാള് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, അത് ഇടാതിരിക്കുക കേട്ടോ. ആ ഗ്ലൗവും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മള് മാറ്റി ഇടുക, അതായത് വേസ്റ്റിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കണം. ഓരോ ഇതിനും, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ചുറ്റിനുമുള്ള ബിൻസ് ഉണ്ടാവുമല്ലോ, വേസ്റ്റ് ബിൻ ഉണ്ടാവുമല്ലോ, അതില് ഓരോ കളർ ഉണ്ടാവും, പച്ച, നീല, മഞ്ഞ അങ്ങനെയുള്ള കളറുള്ള ബിൻസ് ഉണ്ടാകും. അതിൽ നമ്മള് അവര് പറയുന്നത് ഏത് വേസ്റ്റ് ആണ്, ഇപ്പൊ ഗ്ലൗ ഇടേണ്ട വേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മാസ്ക് ഇടേണ്ട വേസ്റ്റ് ആയിരിക്കും, പറയുന്നത് ഏതാണോ അതിനകത്ത് നമ്മള് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നീട് അടുത്തൊരു പേഷ്യന്റ് ഡെലിവറിക്കോ അല്ലെങ്കിൽ സിസേറിയനോ വന്നു കഴിഞ്ഞാല് അത് ഉപയോഗിക്കാതിരിക്കുക, ന്യൂ വൺ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ഇനി എങ്ങനെയാണ് ലേബർ റൂമിന്റെ നല്ല രീതിയിലുള്ള ഒരു ഗുണനിലവാരം, ഒരു ക്വാളിറ്റി ഓഫ് കെയർ
പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ സൂപ്പർവിഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആരാണ് ആ ഒരു നേതൃത്വം അവിടെ കൊടുക്കുന്നത്, ലേബർ റൂമിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ആരാണ് അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ്, വൺ ഷുഡ് ഹാവ് എ neatness checklist for evaluation that should be completed and signed by the supervisor who contracts a visit of the labor room. അതായത് ഈ ലേബർ റൂം ഡിപ്പാർട്ട്മെന്റിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യണം, ഡെയിലി ലേബർ റൂമിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് റെഡിയാക്കണം. ഓക്കെ, ലേബർ റൂം എപ്പോഴും അയാൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ആണോ, നീറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. Second one, the facility in charge should visit the labor room during each week. അതായത് ഈ ഒരു ലേബർ റൂമിന്റെ ചാർജ് ഉള്ള, ഞാൻ പറഞ്ഞു സൂപ്പർവൈസർ കേട്ടോ, ആ ഒരാൾ എന്ത് ചെയ്യണം, അയാള് ഇപ്പൊ ചിലപ്പോ ചില ഹോസ്പിറ്റലിൽ സൂപ്പർവൈസർ ആകാം, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലില് ലേബർ റൂം ഇൻചാർജ് ആകാം, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അവര് വന്നിട്ട് എന്ത് ചെയ്യണം, ലേബർ റൂം വിസിറ്റ് ചെയ്യണം. എപ്പോഴാണ് വിസിറ്റ് ചെയ്യേണ്ടേ, അതായത് ഓരോ ആഴ്ചയിലും എന്താണ് 2 തവണ വീതം എന്താണ് വിസിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ലേബർ റൂമിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കണം, ആ ഒരാൾ വിസിറ്റ് ചെയ്തിരിക്കണം. Third one, the OBG MU in charge of the labor room is required visit to the labor room is every day. അതുപോലെ തന്നെ ലേബർ റൂമിൽ ചാർജ് ഉള്ള വേറൊരാളാണ് OBG എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് OBG എന്ന് പറയുന്നത് ഒബ്സ്ട്രിക്കൽ ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ഒബ്സ്ട്രിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അവിടുത്തെ ഒരാള്, അതായത് അവിടെ ജോലി ചെയ്യുന്ന അവിടെയുള്ള ഒരു ഇൻചാർജ് എന്ത് ചെയ്യണം, ലേബർ റൂം വന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാ ദിവസവും 2 തവണയെങ്കിലും ചെക്ക് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, ദ നഴ്സിംഗ് സൂപ്പർവൈസർ നഴ്സിംഗ് ചാർജ് ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റ്. അതുപോലെ തന്നെ ലേബർ റൂമില് ഷിഫ്റ്റിൽ വരുന്ന നഴ്സുമാരുണ്ടല്ലോ, അപ്പൊ ഓരോ ഷിഫ്റ്റിലും എന്താണ് ഓരോ നഴ്സുമാർ വരും അല്ലെ. രാവിലെ ഒരു നഴ്സ് ആണെങ്കിൽ ഈവനിങ് വേറെ ആയിരിക്കും, നൈറ്റ് വേറെ ഒരാളായിരിക്കും. അങ്ങനെയുള്ള നഴ്സുമാര് വരുമ്പോൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിരുന്ന എന്താണ് ഓരോരുത്തരും എന്താണ് ലേബർ റൂം വന്ന് വിസിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. Fifth point, the supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. അതുപോലെ തന്നെ ഈ സൂപ്പർവൈസേഴ്സ് വന്ന് എന്ത് ചെയ്യണം, ലേബർ റൂമിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടോ, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ തകരാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സമയാസമയത്ത് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ. ഇനി 6th point, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervisions should also be shared during this meetings. പിന്നെ എന്താണ്, നമ്മൾ എല്ലാ മാസവും എന്താണ്, ഇപ്പൊ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ മാസവും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ലേബർ റൂമിനും എന്തുണ്ട്, ലേബർ റൂം ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഗൈനക് ഡിപ്പാർട്ട്മെന്റ് എന്തുണ്ട്, ഈ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും മാസത്തിൽ 1 തവണയെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. എല്ലാ സ്റ്റാഫുകളും എന്താണ് അതിനകത്ത് പങ്കെടുത്തിരിക്കണം. എന്താണ് പിന്നെ ലേബർ റൂമിന്റെ ക്വാളിറ്റി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്യണം. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഫീഡ്ബാക്ക് ആയാലും അതുപോലെ തന്നെ സൂപ്പർവിഷൻസ് ആയാലും ഒക്കെ എന്താണ് നമ്മൾ ആ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ലേബർ റൂം ഷുഡ് thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors looked into the labor room. ലേബർ റൂമിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റി സർവീസ് ആണ് കേട്ടോ. ഹൈ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി സർവീസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് ബർത്ത് കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോള് അതുപോലെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ലേബർ റൂം കൊടുക്കുന്ന സർവീസുകളിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് ലേബർ റൂമിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഈസി അല്ലേ? ഈസി അല്ലേ പഠിക്കാനായിട്ട്? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഷാരോൺ
കുഴപ്പമില്ല അല്ലെ? വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വായിച്ചാ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? റിവിഷൻ തുടങ്ങിയില്ലേ നിങ്ങളുടെ? ഓക്കെ. അപ്പൊ നാളെ എന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ചാപ്റ്റേഴ്സാ നോക്കിക്കൊണ്ട് വരിക? നമുക്ക് റിവിഷൻ തുടങ്ങാം. ആ, ഏതാ? ആദ്യത്തേത് 3, 4, 6 ആയാലോ? 3, 4, 6 അല്ലേ? ഓക്കെ. അപ്പൊ ചാപ്റ്റർ 3 ഏതായിരുന്നു അത്? ഹെൽത്ത് കെയർ സിസ്റ്റംസിന്റെ അല്ലേ? ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റല്, ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ചാപ്റ്റേഴ്സ് നാളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ട് ഈ ചാപ്റ്ററില്? ടീച്ചർ 3, 4, 6 അല്ലേ? 3, 4, 6 കേട്ടോ. 3, 4, 6 എന്ത് ചെയ്യണം? നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ ടീച്ചർ. ഒന്ന് സോണുകൾ എന്ന് പറഞ്ഞേ, ജിനു എന്ന് പറഞ്ഞേ. ദ IDR ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. ഏതൊക്കെ സോൺസാ ജിനു? ഷാരോൺ പറഞ്ഞോ. അൺസർട്ടൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺസ്. നമ്മൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്തൊക്കെയാ ലേബർ റൂമിലെ? ഷാരോൺ പറഞ്ഞേ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്തൊക്കെയാ ലേബർ റൂമിലെ? ഹാൻഡ് വാഷ്, wearing protective clothing, proper disposal of a biomedical waste, proper handling of sharp objects, sterilization and disinfection of the item used, processing of a used equipment, sustaining a clean and accepted environment. ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ നോക്കണ്ടേ? ന്യൂ ബോൺ കെയർ ആരാ പറയാ? ക്രിഷ്, സുനിൽ പറയാമോ? കെയർ അറ്റ് ബർത്ത്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ, റെസിസ്റ്റേഷൻ, displaying of vitals, immunization services, check for any inborn irregularity, breastfeeding and feeding support, look into a high risk newborn, reference service, etc. Okay. ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. എന്തൊക്കെയാ പറഞ്ഞേ? ആരാ പറയാ? ഷാരോൺ പറ.
ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? Before handling the baby, strictly wash hands. wash hand. Rooming the baby with the mother, keeping the baby warm. Extra care should be taken to the temperature in preterm. The LBW LBW എന്ന് പറഞ്ഞാല് ലോ ബർത്ത് വെയിറ്റ് ആണ് കേട്ടോ. ലോ ബർത്ത് വെയിറ്റ് ആണ് LBW. Keep the cotton dry and clean. The care provider should preserve the newborn at given interval after delivery. Okay. തുഷാര എന്ന് പറഞ്ഞേ. തുഷാര, എന്തൊക്കെ സൂപ്പർവിഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടേ? സൂപ്പർവിഷൻസ് ഓഫ് ക്വാളിറ്റി കെയർ ഇൻ ദ ലേബർ റൂം, ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 6 പോയിന്റ്സ് എന്ന് പറഞ്ഞേ. should have a neatness checklist for evaluation that should be completed and signed by the supervisor who conducts a visit of the labor room. The facility in charge should visit labor room twice during each week. The OBG MU in charge of the labor room is required visit the labor room twice every day. The nursing supervisor or nurse in charge should visit at least once in every shift. The supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. Every month, a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part, and they should ponder on ways to improve the quality in the labor room. Feedback of supportive supervisions should also be shared during these meetings. കഴിഞ്ഞല്ലേ? അപ്പൊ നാളെ നിങ്ങൾ എന്ത് ചെയ്യാ? 3, 4, 6 കേട്ടോ. ഓക്കെ, എല്ലാവരും കേട്ടില്ലേ? അത് വായിച്ചിട്ട് വരിക, നമുക്കത് റിവിഷൻ ചെയ്യാം കേട്ടോ. ടീച്ചർ, ഒരു ഡൗട്ട്. ആ, ടീച്ചർ, ഈ സൂപ്പർവിഷനിലെ ആ OBG ഓർ MU അതിന്റെ ഫുൾ ഫോം എന്താ? അത് ഒബ്സ്ട്രിക്കൽ ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അത് ഒബ്സ്ട്രിക്കൽ ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, OBG. MU ടീച്ചർ, MU നാളെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എന്താണെന്ന്. മെഡിക്കൽ യൂണിറ്റ് ആയിരുന്നു. മെഡിക്കൽ യൂണിറ്റ് ആണെന്ന് തോന്നുന്നത്, നോക്കട്ടെ കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. OBG ഇതാണ്, ഒബ്സ്ട്രിക്കൽ ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, നാളെ ആ ഒരു 3 ചാപ്റ്റർ നോക്കിയിട്ട് വരിക, നമുക്ക് റിവിഷൻ നടത്താം കേട്ടോ. ഓക്കെ, എല്ലാവരും നാളെ വന്നോട്ടോ. ഓക്കെ, ചെയ്യാലോ. ഓക്കെ, താങ്ക് യു കേട്ടോ. Okay, thank you, teacher. താങ്ക് യു.